അങ്ങനെ സീൻ നമ്പർ 1. കർട്ടൻ ഉയരുമ്പോൾ രംഗം ശൂന്യം. അങ്ങനെ ഉമർത്ത ചാരുകസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ചിന്താവസ്ഥയായ ശ്യാമള. അതൊരു സിനിമ. അല്ലല്ല, തിരുമേനി. കർട്ടന് വരുമ്പോ രംഗം ശൂന്യെന്നല്ലേ പറഞ്ഞു. പിന്നെ എങ്ങനെ തിരുമേനി പറഞ്ഞു? തിരുമേനി ഫ്ലൈറ്റിൽ വന്നു. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം. നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിച്ച് ക്ഷീണിച്ചു പോയേ. നീ ഒന്ന് മിണ്ടാണ്ട്, നീ വായിക്കേ. അങ്ങനെ വടക്കേപ്പുറത്തെ ചാരുകസേരയിൽ ചിന്താമുഖനായിരിക്കുന്ന തിരുമേനി. ഇനിയാണ് സസ്പെൻസ്. എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമുഖനായിരുന്നത് നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ. ഞാൻ പറയാം. തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിന്താമുഖനായി. ചിന്തിക്കാതെ എങ്ങനെയാണ് ചിന്താമുഖനായിരിക്കുന്നത്? വിവരദോഷി. പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ, അല്ലെ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. തിരുമേനിക്ക് 2 പെൺമക്കൾ, സുന്ദരികളായ 2 പെൺമക്കൾ. തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ്. മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. മുസ്ലിം ചെക്കനോ? എന്താ, മുസ്ലിം ചെക്കനായ പറ്റൂലേ? മുസ്ലിം മതി, ക്രിസ്ത്യാനി വേണ്ട. മതി കഥ പറയൂ, കേക്കട്ടെ. ചിന്താമൂകനായി ബേജാറായിരിക്കുന്ന തിരുമേനി മൂത്ത മകൾ രംഗപ്രവേശം ചെയ്തു. തന്റെ ബാപ്പയായ വലിയ തിരുമേനിയെ നോക്കി, ബാപ്പ അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ വലിയ തിരുമേനി തിരിഞ്ഞു നോക്കി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു, വാലൈക്കും സലാം. തിരുമേനിയിൽ അഗ്നികുളം ആളിപ്പടർന്നു. അതെന്താണ്? മ്യൂസിക്. ഞാൻ കഥ പറയുമ്പോ മ്യൂസിക് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. ചട്ടണേ. തിരുമേനി ചോദിച്ചു, മോളെ നിനക്ക് ഓനെ തന്നെ നിക്കാഹ് കഴിക്കണോ? അതേ പാപ്പ, നമ്മള് നിക്കാഹ് കഴിഞ്ഞു. മോളെ ബിയാത്തു. തിരുമേനി ഞെട്ടിത്തെറിച്ചു. നീ ഓനെ മൊയ്യല്ലണം, ബക്കം മൊയ്യല്ലണം, അല്ലെങ്കിൽ നമ്മൾ ഓനെ മയ്യത്താക്കും. പക്ഷെ ഒരു ചെറിയ തിരുത്തുണ്ട്. ഇത് മുസ്ലിം കഥയല്ല, ഹിന്ദു കുടുംബത്തിലെ കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. അതിനിപ്പോ എന്താണ്ട് സംഭാഷണം മാറ്റിയാ പോരെ? ഉമ്മാന്നുള്ളടത്ത് ബാപ്പാന്നും, ബാപ്പാന്നുള്ളടത്ത് അച്ഛൻ അങ്ങോട്ടാക്കണം. എന്താ പോരെ? അപ്പൊ എളാമെന്നോടോർത്ത് എനിമീന്ന് ഇട്ടാ മതിയല്ലേ? തിരുമേനി എന്നോട് ക്ഷമിച്ചാലും ഈ കഥയിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് തിരക്കഥാകൃത്താവായ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായത് വലിയ കോവിലത്തെ തിരുമേനിക്ക് 2 പെൺമക്കൾ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി. കോടീശ്വരനായി തിരുമേനിയുടെ സകല സ്വത്തുക്കളും ഈ പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇവർ ഈ കഥയിലെ നായകന്മാർ. അപ്പൊ നായകനാരാ? നായകൻ നമ്മളല്ല. നോൺസെൻസ് ആർ യു ടോക്കിംഗ് മിസ്റ്റർ ഗഫൂർ? തിരുമേനിക്ക് 3 സഹോദരിമാർ. മൂത്തവൾ സുന്ദരി, ഇളയവൾ അതിലും സുന്ദരി, അതിലും ഇളയവൾ ബഹത്ത് സുന്ദരി. പക്ഷേ അവരുടെ ഭർത്താക്കന്മാർ തിരുമേനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഈ കഥയിലെ വില്ലന്മാർ അവന്മാരാണ്. സുനകനായ മൂത്തളിയൻ, ചുംബനായ 2ാമത്തെ അളിയൻ, മന്ദബുദ്ധിയായി ഏറ്റവും താഴെയുള്ള അളിയൻ. ഇവർ സ്വത്തിനു വേണ്ടി തിരുമേനിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നു. അതൊരു കഥയല്ലേ? കഥയിൽ എങ്ങനെ പറഞ്ഞുണ്ടാവും? ഇവൻ മനഃപൂർവ്വം ഞങ്ങൾ കളിയാക്കിയതാ. ഞങ്ങളെ കുറിച്ച് മോശമായിട്ട് എഴുതാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മതി, കഥ വായിച്ചാൽ മതി. എല്ലാരും പിരിഞ്ഞു പോവുക. അങ്ങോട്ട് പോടാ. പേരില്ലടാ, മന്ദബുദ്ധി. എന്താ പ്രൊഡ്യൂസർ ഇവിടെ? ഞങ്ങളൊരാളെ കൊല്ലാൻ വന്നാ. എന്താ? ഈ ഷൂട്ടിങ്ങിനെ മുറികൾ നോക്കാൻ വന്നാ. ഇതിലൊരു കൊലപാതകത്തിനുണ്ടേ. കാപ്പി കുടിക്കുന്നോ? വേണ്ട, എനിക്ക് വേണം. നല്ല ചൂടാ. അത്ര വലിയ ചൂടൊന്നുമില്ല, വായ പൊള്ളാനുള്ള ചൂടുള്ളൂ. എന്താ ഒരു വെപ്രാളം? അതെ, സ്ത്രീകളെ കണ്ട പാലായിട്ട് എങ്ങനെയാ പുളകം കൊള്ളും. എന്താ? ഒന്നുമില്ല. ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങാ? ഉടനെ തുടങ്ങും. എന്താ അഭിനയിക്കണോ? ഓ, ഈ പ്രായത്തിൽ എന്താ അഭിനയിക്കാനാ? ഈ പ്രായത്തിൽ അഭിനയിക്കേണ്ടത് നല്ല വിസ്താരമുള്ള പ്രൊജക്ഷനാ. ചേച്ചി അഭിനയിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻ നിറഞ്ഞു നിൽക്കും. എന്തേ കൊളവാക്കല്ലേ? ഒന്ന് അഭിനയിപ്പിച്ചോട്ടെ. പാടാ. പ്രൊഡ്യൂസർ ഒന്ന് രഹസ്യമായിട്ട് കാണണമല്ലോ. എന്തിനാ? ഇപ്പൊ വേണ്ട, പരസ്യം ഇപ്പൊ. പിന്നെ പലട്ടാ, ഇയാള് പലപ്പോഴായിട്ട് പറഞ്ഞു രഹസ്യമായിട്ട് കാണണം. ഇവനേതോ ചുറ്റിക്കളി കേസാ. ഉറങ്ങാണ്ട ശവിയെ. എന്റെ മണിക്കുട്ടി എന്നുള്ള അമ്മയുടെ പേരാ? കൊല്ലട്ടെ, കൊല്ലാം.
ഇയാൾ എന്ത് വൃത്തിയോടെ കാട്ടണേ? ബാലേട്ടാ, എന്താ എന്താ ഇത്? ബാലേട്ടൻ കിസടിക്കാൻ പോയതാ. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ അല്ല വെറുതെ ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ ഈ ഡയറി എടുക്കാൻ വന്നാ. തനിക്ക് എന്തിനാ ഈ ഡയറി? വായിച്ചു പഠിക്കാൻ. ഇന്നലെ ഡിക്ഷണറി വായിച്ചിട്ട് ബാലേട്ടൻ കുറെ നേരം നിന്ന് കരഞ്ഞു. ഒന്നും മനസ്സിലാവണ്ട് അല്ലേ ബാലേട്ടാ? കുഞ്ഞുണ്ണി പറഞ്ഞു കവിത എഴുതുമെന്ന്. തമ്പുരാട്ടി എഴുതിയ കവിത ഒന്ന് വായിക്കാൻ തരുമെന്ന് അറിയാൻ വന്നതാ. വന്നപ്പോ നല്ല ഉറക്കം. ഉണത്തണ്ടാന്ന് കരുതി. ആവശ്യമില്ലാത്ത ആരെയും ഈ മുറിക്കകത്ത് ഞാൻ കടത്താറില്ല. ഇറങ്ങി പോടോ, പോകാൻ. അയ്യത് എന്ത് പെണ്ണ ബാലേട്ടാ? വാ, വാ. ഒന്ന് നിൽക്ക. നിങ്ങൾക്കിപ്പോ ഈ ഡയറിയിലേ വേണ്ടു. എടുത്തോളൂ. ഞാൻ എഴുതിയ എല്ലാ കവിതകളും ഇതിലുണ്ട്. കൊണ്ടുപോയിക്കോളൂ. മണിക്കുട്ടി താങ്ക്സ് ഉണ്ട് കേട്ടോ. മണിക്കുട്ടിന്ന് എനിക്ക് പേരുള്ള വിവരം എങ്ങനെ അറിയാം? ഡയറിയില് മണിക്കുട്ടിന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. ആ, ഞാൻ നീ മണിക്കുട്ടിന്നെ വിളിക്കൂ. ഉം. ഫോട്ടോ എടുക്കണേ? നല്ല ബെസ്റ്റ് ജാക്കി. ഇടോ. പയർ പൊട്ടി. നായിന്റെ മോനെ കേറി കേറി കൊട്ടാരത്തിലാണോ അതിന്റെ കളി? വേണ്ട സുധാകര, വിട്ടേരെ. മിടുക്കൻ മിടുക്കനാണ് നീ. കൂട്ടത്തി മിടുക്കൻ നീ തന്നെയാ. വന്നപ്പോഴേ നിന്നെ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. മോനെ, ഇത് ഉത്സവപ്പറമ്പ. അമിട്ടുകൾ പൊട്ടിക്കുമ്പോ ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. വാടാ. അയാൾ എന്താ ബാലേട്ടാ, വെടിക്കാരനാ? അല്ല വെടിക്കാരാ, വാണമെന്ന് അറിയോ? അറിയാവടാ? എന്താ ബാല അവിടെ? പരമേശ്വരനും സുധാകരനും അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചായിരിക്കും അല്ലേ? അതെ, ഞങ്ങൾക്ക് അഭിനയിക്കാൻ മോഹമുണ്ടെന്ന് വലിയേട്ടന് മനസ്സിലായല്ലേ? പിന്നെ അളിയൻ ആരാ മോൻ? ആ, നടക്കട്ടെ നടക്കട്ടെ. എടാ ശവിയേ, നിന്നെയൊക്കെ ഞാൻ അസലായിട്ട് അഭിനയം പഠിപ്പിക്കുന്നുണ്ട്. സംവിധായകനാ, സംവിധായകൻ. ഇതാര് അമ്മായപ്പനായിരിക്കും? ആരാ? സംവിധായകൻ താമസിച്ചു വരാൻ. ഓ, അത് ശരി. ഏതാടാ രണ്ട് കുട്ടികളെ മോന്തക്കെട്ട് നോക്കട്ടെ. അളിയന്മാരാ അളിയന്മാര്. അളിയനാ? നമസ്കാരം അളിയൻ. ഓ, എല്ലാരും വന്നോ? തിന്നോ തിന്നോ, കൂടുതൽ ഞാൻ തീറ്റിക്കൂല. എന്താടാ തീറ്റയുടെ കാര്യം പറഞ്ഞത്? അവിടെ പോയി കഴിക്കാന്ന് പറയാ. ഹലോ, നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. ഇപ്പൊ തന്നെ കാണാ. ഓ, എന്തെന്നല്ല അളിയന്മാരുടെ വെള്ളയുടെ കാര്യം പറഞ്ഞത്. വന്നേ വന്നേ വന്നേ. വരാം, ഞാൻ വരാം. ആ. വൈകിട്ട് വരാം. വരാന്ന്. എടാ, ഇങ്ങനെ പോയാൽ ഇവന്മാരെ ഇന്ന് രാത്രി തന്നെ കാണേണ്ടി വരും. വിശദമായിട്ട് വാ. ഞാൻ സംവിധായകനാ. നായിക ആരാടാ? നർമ്മദ കുൽക്കർണിന്റെ തരാം. എന്താ പറ്റോ? പറ്റൂല. നായിക ഹേമാമാലിനി തന്നെ വേണം, അല്ലാതെ ഞാൻ സംവിധാനിക്കൂലടാ. ഒരു സംവിധായകന്റെ പണി എന്തുണ്ടെന്ന് അറിയോ? ക്യാമറ പിടിക്കല് അതെല്ലാം എനിക്കറിയാം. നീ അതങ്ങ് പറഞ്ഞു തന്നേച്ചാ മാത്രം മതി. അതെ ചേട്ടൻ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി. ഇത്ര ആരെന്തിട്ടും മോശമായിട്ട് പെരുമാറിയാലും ഒരു സംവിധായകൻ ഡീസന്റ് ആയിരിക്കണം. ഞാൻ ഇൻഡീസെന്റാ. ഡീസന്റ് ആണല്ലോ. ഉദാഹരണത്തിന് ഇവിടുത്തെ തമ്പ്രാക്കന്മാർ ചേട്ടന്റെ തന്തയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യും? കുത്തി ഞാൻ പണ്ടോ വർക്കിച്ച നീ ഒരു സംവിധായകനാണ്. ഞാൻ മറന്നുപോയി. ഇങ്ങൊരു കുളമാക്കുന്ന തോന്നണ പാലട്ടാ. തന്റെ പഴയ സ്വഭാവം കാണിച്ച തമ്പ്രാക്കന്മാര് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഇല്ലല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചേട്ടന്റെ പേരെന്താ? കല്ലൂർക്കാടൻ കൊട്ടേഷൻ വർക്കി. കല്ലൂക്കാരൻ കൊട്ടേഷൻ വർക്കിയല്ല. ഇന്നു മുതൽ ചേട്ടൻ സംവിധായകൻ വർക്കി. പക്ഷെ വെറും പെറുക്കി ആവരുത് വർക്കി. നീയാണ് ഈ കഥയിലെ നായകൻ. ഓക്കെ, താൻ ഈ കഥയിലെ വില്ലൻ. ഞാൻ ആരെന്നാ പറഞ്ഞേ? വില്ലൻ. ഏ? വില്ലൻ. ആ, അങ്ങനെ പതുക്കെ പറ. ആദ്യം തോക്ക് പടക്കി പോക്കറ്റിലിടുക. ഞാൻ പറഞ്ഞുതരാം. വില്ലൻ നായകനെ ഇടിക്കുന്നു. ഏ? പൊട്ടനാണല്ലേ? ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. വില്ലൻ നായകനെ
ഇടിക്കുന്നു. ഇങ്ങനെയല്ലേ എന്നെയല്ലടാ പന്നി. ആരെയാ പന്നിന്ന് വിളിച്ച പന്നി എന്ന് പറഞ്ഞാൽ കേൾക്കുമല്ലേ? നല്ല കാര്യം പറഞ്ഞാൽ മാത്രം കേൾക്കൂല ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. പോരാ 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 പോരാ. ആ മതി. ഇനി നായകൻ വില്ലനെ ഇടിക്കുന്നു. റെഡി? ഓക്കെ. പോരാ 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 പോരാ. അയ്യോ വർഗീച്ചേട്ടൻ തല്ലുന്നു. ഇങ്ങോട്ട് വേഗം കേറി പോ ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ്. മാറി നിൽക്കൂ. ഓഡിയൻസ് പറ. നമ്മളിവിടെ എന്തിനാ വന്നിരിക്കാൻ അറിയോ? സീരിയൽ പിടിക്കാൻ. ആ പൊന്നിനെ കൊല്ലാൻ. ആരെ? അയ്യോ തമ്പരാട്ടിയെ കൊല്ലാൻ. ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. എനിക്കൊരാളെ കൊല്ലാനുണ്ട്. അല്ല കൊലാന്ന് പറഞ്ഞു വാഴക്കൊലയാ തേങ്ങാക്കൊലയുടെ കാര്യം. ഓ നല്ലൊരു ചെറുപ്പക്കാരൻ, ചെവിക്ക് കണ്ണ് കണ്ടുകൂടല്ലേ? ഇന്ന് രാത്രിക്കുള്ളിൽ അവളുടെ കഥ കഴിഞ്ഞിരിക്കണം. വർഗീച്ചേട്ടന് പേടി തോന്നുന്നുണ്ടോ? പേടിയോ? എനിക്കോ? അതിന് വേറെ ആളോ? ഈ കല്ലൂക്കാടൻ വർക്ക് ജീവിതത്തിൽ ഒരുത്തിനെയും പേടിച്ചിട്ടില്ല. അടക്ക്. വർഗീച്ചേട്ടാ അവിടെ നല്ല ഉറക്കായിരിക്കും. കത്തിയിട് കത്തിയിട്. അയ്യോ, കത്തിയെടുക്കാൻ മറന്നുപോയി. വലട്ടാ കത്തി ഷൂസിട്ട് 2 കാലുകൾ. കാര്യം തുടർന്ന് പറയടാ. ഞങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ചെന്നതാ. കത്തിയെടുക്കാൻ മറന്നുപോയി. പെട്ടെന്നൊരു കത്തി വന്ന് ഞങ്ങളുടെ മുന്നിൽ തറച്ചു. ഷൂസിട്ട 2 കാലുകളും. മണ്ണാൻ കെട്ട ധൈര്യം പോയി കിടന്ന് ഉറങ്ങടാ. കല്ലൂർക്കട വർക്കിയാണ് പോലും പേടിത്തോണ്ടാൻ. ബാല, ഞാൻ പറഞ്ഞ സത്യമാ. വലട്ടാ സത്യാണ്. മീണ്ടി പോകരുത്. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. സത്യത്തിൽ ഇവര് സീരിയൽ പിടിക്കാൻ വന്നവർ തന്നെയാ, അല്ലാതെ വാട കൊണ്ടുള്ള കൊലയാളികളല്ല. ഇവർ ഇന്നു മുതൽ ഈ മനയിൽ തന്നെ താമസിക്കും. അളിയാ എടാ ചന്ദ്രാപ്പന്നി, ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. കൊട്ടേഷൻ വർക്ക് വരുന്നുണ്ട്. നിന്റെ ഓരോ എല്ലും കൊട്ടയിലെടുത്ത് ഞാൻ കൊട്ടേഷൻ വെക്കടാ പന്നി. നീ എന്നെ മൂക്കി കയറ്റും. ചവിട്ടിയാ നിന്റെ ഉടുമ്പ് ചെല്ലാൻ പറിച്ചെടുക്കും. എന്താടാ നോക്കി പേടിപ്പിക്കണേ? അയ്യോ അളിയന്മാരെ, സത്യത്തിൽ ഞങ്ങള് സീരിയൽ പിടിക്കാൻ വന്ന പാർട്ടികളല്ല. ഞങ്ങള് മറ്റേ വാടക ഗുണ്ടകളെ. മനസ്സിലായില്ലേ? നമ്മളെ കുന്നങ്ങളത്തെ കൊട്ടേഷൻ പാർട്ടികളെ. തെളിയിക്കാൻ പറ്റുന്ന തെളിയിച്ചോടാ പുല്ലുകളെ. ബൈ ദ വേ മറന്നുപോയി. We will meet again. Cool down, man. സംഭാഷണം മറക്കണ്ട. വരണണ്ട് കേറി പിടിച്ചോളണം. നീ എന്താ എന്റെ മാത്ര നിനക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. നീ എന്റെ സ്വന്തം അനിയനാണ്. സ്വന്തം അനിയൻ. സ്വന്തം. മാന പിടിക്കാൻ പറഞ്ഞിട്ട് ആനനെ കേറി പിടിക്കണേ. കുരുത്തം കേട്ടത്. അയ്യോ അയ്യോ എന്റെ പൊന്നു സരസ്, പൂരം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്ത് പറഞ്ഞാലും പൂരം പൂരം. വരണണ്ട്. ഇത് മിസ്സാക്കരുത്. പിടിച്ചോളണം. കിട്ടിയ അവസരം കളയരുത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളണം. അഭിനയം 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 ഇന്നലെ പറഞ്ഞില്ലേ? വൃത്തിയായിട്ട് കാണിക്കണല്ലോ. ബാലേട്ടൻ തമ്പരായിട്ട് തമ്മിൽ പ്രാമത്തില്ല. ഇന്ത്യ തനിക്ക് പിടിച്ചില്ലേ? വേണ്ടി വന്നവർ പരസ്പരം കല്യാണിക്കും ചെയ്യും. അങ്ങനെ ഈ സ്വത്തുക്കൾ ബാലേട്ടനും തമ്പരാട്ടിനും പേർക്കുള്ളതാവും. പരമേശ്വര, തന്നെ കൊണ്ട് ഞാൻ മുഴുവൻ തീറ്റിക്കല്ലടോ. അയ്യോ നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. പീഡിപ്പിക്കൂ. കഥ കളിച്ചിരുന്നാ മതി. കലക്കി ബാലേട്ടാ കലക്കി. പക്ഷെ ഉമ്മ വെക്കണതിൽ ഇത്രയും ആക്രാന്തം പാടില്ലായിരുന്നു. ഒരു ഇംഗ്ലീഷ് പടത്തിലെ പോലെ. യമുനയെ കൊല്ലാൻ പോകുന്നവൻ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവനെ ഇപ്പൊ ഞാൻ കൈയോടെ പിടിച്ചു തരാം. എന്റെ ടെക്നിക്ക് കണ്ടോ? എന്താണ് ഒരു സ്വകാര്യം പറച്ചില്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കണോ. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഈ കഥയിൽ ഞാൻ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോറി. കഥയിലെ കൊട്ടാരത്തിൽ സുന്ദരിയായ ഒരു തമ്പുരാട്ടിയുണ്ട്. ആ തമ്പുരാട്ടിയെ ഒരാൾ കൊല്ലാൻ ശ്രമിക്കുന്നു. അയാൾ വേറെ ഏതോ ഒരാളെ തമ്പുരാട്ടിയെ കൊല്ലാൻ ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിച്ച ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് വെച്ചാൽ കൈവക്കൂ. അപ്പൊക്കൂ. സംവിധായകനെ വരൂ, നമുക്ക് അല്പം സംസാരിക്കാം. ജസ്റ്റ് മിനിറ്റ്. വേടാ, ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. ഈ പോക്കിന്റെ പേരെന്താണെന്നറിയാമോ? ഒരു പോക്ക്. വരൂ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ബ്യൂട്ടിഫുൾ ആംഗിൾ. ലവ്ലി. ആ ഡയറക്ടർ സാറേ, എന്താ അറിയേണ്ടത്? അത് നിങ്ങളല്ലേ ഏത്? ആ കൊല ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവന്നത്? ഓ അത് വർഗീസ് സാറ് നേരിട്ടങ്ങ് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ നല്ല കിളി കിളി പോലെ പറഞ്ഞു തരത്തില്ലായിരുന്നോ? പറഞ്ഞു തരാം.
മതി 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 ആ പോവാം പോടാ പോലെ ആ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഛി, പോടാ പോടാ എടാ ഇവരല്ലേട്ടാ അവര് വളരെ ഡീസന്റ് ആണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി ഡീസന്റ് ആൾക്കാരാണ്. എന്താ ഇടീസ് ഇടീസ്. ഇടീസ് ആ. എന്താ ഒരു ശബ്ദം കേട്ടത്? ശബ്ദോ ഞാൻ കേട്ടില്ലല്ലോ. അകത്ത് അകത്താ? എപ്പോ? എവിടെ? ആരുടെ? എടാ നമ്മൾ ഇനി അവരെ ഒരിക്കലും സംശയിക്കരുത്. അത്രയ്ക്ക് ഡീസന്റ് ആണ്. അത്രയ്ക്ക് നന്നായിട്ട് കിട്ടിയെന്നാ തോന്നണേ. ശരിക്കടാ പന്നി. ഈ കൊട്ടാരത്തിലെ ഓരോ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണ് വേണം. സംശയാസ്പദമായി ആരെ കണ്ടാലും ചോദ്യം ചെയ്തിരിക്കണം. ദേ ഇവരൊഴികെ. മനസ്സിലായില്ലേ? മനസ്സിലായി. എഞ്ച് മനസ്സിലായി എന്നാടാ പറഞ്ഞത്. ആര് തല്ലിയാലും നിന്ന് കൊള്ളണമെന്ന്. ഡേയ്, ഡേയ്, ഇങ്ങ് വാടി. എന്താടി അത്? നിങ്ങൾ പാല. നിന്റെ നാടല്ലേ ചോദിച്ചത് ഗ്ലാസ്സിൽ എന്താന്ന്? അത് തന്നെയാ പറഞ്ഞത്, പാലാന്ന്. മനസ്സിലായില്ലല്ലേ? ഇല്ല. ദിവസം രാവിലെ ഒരാൾ വന്നിട്ട് പശുവിനടിയിൽ പാത്രം വെച്ച് വെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ ഡിഷിൻ 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 ആ പാത്രങ്ങൾ പിടിച്ചാൽ ഇതിനെ പറയും മിൽക്ക്. ഓ പാലാ. പാലല്ല, കോതമംഗലം. ആ. ആർക്കാടി ഇത്? യമുന തമ്പുരാട്ടിക്കാ. ഓഹോ യമുന തമ്പുരാട്ടിക്കാണല്ലേ. ആ. നിങ്ങളാടി സത്യ ഇത് പകുതി കുടിച്ചിട്ട് ബാക്കി അങ്ങോട്ട് അപ്പയ്ക്കോ വർക്കിച്ചേട്ടൻ എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്താടാ? യമുന തമ്പുരാട്ടിക്ക് കുടിക്കാൻ കൊണ്ടാണ് പാലിന്നല്ല പകുതി എന്നോട് കുടിച്ചോളാൻ പറഞ്ഞത്. ഛേ, ഇവൻ എന്തൊരു മണ്ടനാ. എടാ പാലിന് വിഷമുണ്ടെന്ന് അറിയാൻ വേണ്ടി നിന്നെ കൊണ്ട് കുടിപ്പിച്ചല്ലേ? വിഷമില്ല. ഇവന്റെ കാറ്റ് പോയെന്നാ തോന്നണത്. വർക്കിച്ചേട്ടന് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. എന്റെ കയ്യിൽ വേറെയും പല ടെക്നിക്കലുണ്ട്. ആഹാ. വേണേ കാണിച്ചു തരാം. വരൂ. വേണ്ട, ഇവരല്പം ഡീസന്റാ. നമുക്ക് അതിലേ പോകാം. പോവാം. അതാ സേഫ്. സംവിധായകനെ എനിക്ക് രഹസ്യമായിട്ടൊന്ന് കാണണം. വർക്കിച്ചേട്ടാ, കുറേ ദിവസമായി അവൻ രഹസ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് പുറകെ കൂടിയിട്ട് ഇതിലെന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൊട്ടാ നിക്കണ അവിടെ നിക്കടേ. കുറെ ദിവസമായില്ല നീ എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ ഇത്ര വലിയ രഹസ്യം? എന്താ ഇത്ര വലിയ രഹസ്യം? ആ സമയാവട്ടെ, അപ്പൊ പറയാം. അത് പറ്റില്ല, ഇപ്പൊ പറയണം. പിന്നെ പറയാം. അങ്ങോട്ട് പറയുന്നേ, അവന് രഹസ്യം പറയാനുണ്ട്. എന്താ പറ പറ. അതിപ്പോ എങ്ങനെ പറയാ? പറയടാ, നാണിക്കതേ. അതെ, ഷൂട്ടിങ്ങിന് അഭിനയിക്കാൻ നടികൾ വരുമ്പോ എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റില്ല എന്ന് പറയരുത്. എന്റെ ഒരു ആഗ്രഹമാണ്. ഒരു അഡ്വാൻസ് 500 രൂപ. എന്റെ കയ്യിൽ 100 രൂപയുള്ളൂ. നമ്മുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം. ഒന്ന് പരിചയപ്പെടുത്തി തന്ന മാത്രം മതി വർക്കി മാമ. വർക്കി മാമേ. ഉണ്ണി ആരെയോ ഭയപ്പെട്ടിരുന്നു. ആരെ? അറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. സത്യ, അവൻ ഭയപ്പെട്ടിരുന്നവനെ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നു മുതൽ ഞാൻ കൊട്ടാരത്തിന് തെക്ക്, നീ കൊട്ടാരത്തിന് വടക്ക്. ഓക്കെ? ഭയപ്പെടേണ്ട, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നിലാവിന്റെ പൂങ്കാറ്റിൽ നിശ. എന്തത്? മാറിക്കുന്നില്ലയോ? പണ്ടാടക്കാൻ കിണ്ടിയായിരുന്നോ? പേടിപ്പിച്ചോളഞ്ഞ മനുഷ്യനെ. എടാ നീ വെറും കിണ്ടിയാണെങ്കിൽ ഞാൻ വെറും തെണ്ടിയാ. ചിലപ്പോ തിരിച്ചു വരായിരിക്കും. വാടാ 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 നീ. എവിടെ വരാൻ? നീ വെറും കിണ്ടി. അയ്യോ, ആരാണെങ്കിലും മുമ്പോട്ട് വേടാ. ധൈര്യമുള്ള വേടാ. കല്ലൂർ കട വർക്കിയ പറയുന്നത്. സാറേ സാറേ സാറില് പറഞ്ഞു എനിക്ക് പ്രാണന്റെ വശമാണെന്ന്. സാറേ സാറേ അത്തോ
സംവിധായകൻ പേടിച്ച് ചത്തുപോയേ. അപ്പൊ എന്റെ വേഷം സക്സസ്. വണ്ടി എന്നാ കൂടോത്രമുള്ള വീടാ. ഇവനാണ് എന്നെ കിണ്ടിയോണ്ട് വിളിക്കുക. ബാലേട്ടാ, 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 യമുനയെ കൊല്ലാൻ വന്നവനെ ഞാൻ കണ്ടു. അവനിപ്പോ ഒരു മുറിക്കകത്ത് കയറിയുണ്ട്. പുറത്തുനിന്ന് വാലടച്ച് കുറ്റി അന്നിട്ടുണ്ട്. ഇപ്പൊ പോയ കൈയോടുകൂടി പൊക്കാം. വാ. അവൻ ഇതിനകത്തുണ്ട്. അയ്യേ ബാലേട്ട പൊട്ടേട്ടൻ, ഇവന് ആള് കൊള്ളാലോ. തിരുമേനി ഒരു ലൈഫ് കൊടുക്കാം. ചക്ക വീണ ഇനി മേലാൽ നീ ഇവിടെ കണ്ടുപോരുത്. ഓക്കോ, എവിടെങ്കിലും വെക്കോ. ഇനിയിപ്പൊ ബസ് കിട്ടുമോ എന്തോ. ആ എല്ലാരും പോയി പോയി ഉറങ്ങാൻ. അതെ പൊട്ടേട്ടാ, ഒന്ന് നിന്നേ. സന്തോഷായല്ലോ. ഒന്ന് രഹസ്യമായി കാണണട്ടോ. ഒന്ന് രഹസ്യമായി കാണണമെന്ന്. വാതില് കുറ്റിയിട്ടതിന്. ബാലേട്ടന് മാറാശ്ശേരി മനയിൽ എന്താ വില എന്നറിയാമോ? തിരുമേനിക്ക് ഇപ്പൊ ബാലേട്ടന് കേട്ട ജീവനാ. തിരുമേനിക്ക് മാത്രല്ല, മോൾക്കും. മോളോ? ഏത് മോള്? ഈ നമ്പർ എന്നോട് വേണ്ട ബാലേട്ടാ. എന്തുട്ടണ്ട കടി? എന്തുട്ട കടി? കടിക്ക് പരിപ്പടാ. എന്റെ പൊന്നു ബാലേട്ട, ഞാൻ സത്യമായിട്ട് പറയാ, അവള് നല്ല പെണ്ണാ. ബാലേട്ടൻ വേണമെങ്കിൽ അവളെ കെട്ടിക്കോ. ബാലേട്ടന് തടസ്സാണെങ്കിൽ അനിയത്തി ഞാൻ കെട്ടിക്കോളാം. എനിക്ക് അങ്ങനെയുള്ള അഹംഭാവൊന്നുമില്ല. അയ്യടാ, കെട്ടാൻ പറ്റിയ മോന്ത. മോന്തയ്ക്ക് എന്തൊരു കുഴപ്പം? ഇത്തിരി നിറം കൂടിയല്ലേ ഉള്ളൂ. രാമനും സീതയും വന്നാലും ഹനുമാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? അതിന് ഉദാഹരണമാണ് ജയ് ഹനുമാൻ. എത്ര ആൾക്കാരെ കാണണേ? ബാലേട്ടാ, നമ്മുടെ ഭാര്യമാർ വരുന്നു. ആ പൊട്ടം കിടന്ന് എന്തൊരു വിളിയായിരുന്നു. എന്താ? തമ്പരാട്ടിമാരുടെ കാര്യം പറഞ്ഞ് നാക്ക് ചുരുട്ടുകൂട്ടി അകത്തേക്ക് ഇട്ടുള്ളൂ. എന്താ ഞങ്ങളെ പറ്റി ഇത്രയ്ക്ക് പറയാൻ? പറയട്ടെ ബാലേട്ടാ, ഒന്നും മിണ്ടാണ്ടിടാ. എന്താ കാര്യം? അയ്യോ, അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഒരു കല്യാണക്കാരിയാ. കല്യാണക്കാരിയോ? അതെ, എന്റെയും ബാലേട്ടന്റെയും കല്യാണക്കാരിയാ. ഇവന് വട്ടാ. ഞങ്ങള് പോട്ടെ. മണിക്കുട്ടി അങ്ങോട്ട് പോവാ. കാവിലേക്കാ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നേർച്ചുള്ള ദിവസാ. പേടിക്കണ്ട, കൂട്ടിന് ഞാനും ഉണ്ട്. ബാലേട്ടൻ പറഞ്ഞില്ലേ ചേച്ചിയോട് ഒറ്റയ്ക്ക് എവിടെയും പോരുതെന്ന്. ഇനി ധൈര്യമായിട്ടിരുന്നു. ഞങ്ങള് വരട്ടെ കൂടെ ഒരു കമ്പനിക്ക്. അല്ലെ, ഈ സീത കാട്ടി പോയപ്പോ രാമനും ലക്ഷ്മണനും കൂടെ പോയ പോലെ എല്ലാം കൂടി ജോളിയാക്കാം. നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വായിച്ചു പോവാം. ഇവളെല്ലാരും അടിക്കാൻ ബാലേട്ടുള്ള അടിക്കാരന്റെ മോളോ? ബാലേട്ട ഞങ്ങളെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഒരു കുട്ടി ഉണ്ടായുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂ. സുധാകര, കൊത്തി കൊത്തി മുറത്തിക്കറി കൊത്തി തുടങ്ങിയല്ലോ. എന്താടാ കല്ലൂർക്കാടന്മാരെ കണ്ടപ്പോ ഇളക്കം? അമ്മയുടെ മുലപ്പാൽ കുടിച്ചുള്ളമാരാണ് വാട മുട്ടാൻ. എന്താണ് നിന്ന് കളഞ്ഞാൽ നിന്റെ കാലുമെന്ത് ആണിപ്പുണ്ണുണ്ടോ? നിന്നെ എടുത്തോളാ. എടുക്കണെങ്കി ഇപ്പൊ എടുക്കണേ. ചെറുപ്പത്തിൽ അമ്മ എടുത്താൽ എടുത്തിട്ടില്ല. പേടിച്ചു പോയി പേടിത്തുറമാര്. ഇതുപോലെ ബാലേട്ടാ, ആരുടെ ധൈര്യം കണ്ട നീ ഷൈൻ ചെയ്യണേ. ബാലേട്ടന്റെ ധൈര്യം കണ്ടിട്ട്. ബാലേട്ടൻ ഇപ്പൊ ഞങ്ങളുടെ ഹീറോ അല്ലേ? ഹീറോ ബാലേട്ട.